മലയാളം ബിഗ് ബോസ് സീസൺ 7 ഒരു മത്സരാർത്ഥിയായിരുന്നു അഭിലാഷ്. അഭിലാഷിനെ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ബിഗ് ബോസിൽ ഏറെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അഭി എന്നുള്ളത്. എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ, ആരുമായിട്ട് വലിയ പ്രശ്നങ്ങളിലും വിവാദങ്ങളിലൊന്നും പോവാത്തൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു അഭിശ്രീ എന്ന് വിളിക്കുന്ന അഭിലാഷ്. എന്നാൽ കുടുംബജീവിതത്തിനെ പറ്റിയും ഭാര്യയെപ്പറ്റിയൊക്കെയാണ് അഭിലാഷ് എപ്പോഴും ബിഗ് ബോസ് സീസൺ 7 സംസാരിച്ചു കൊണ്ടിരുന്നത്. തൻ്റെ അമ്മയും വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അഭിലാഷിനുള്ളത്. അഭിലാഷ് കുടുംബത്തിൽ ഭാര്യയെപ്പറ്റി എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അഭിലാഷ് എന്നുള്ളത്. വർഷങ്ങൾ കൊണ്ടുള്ള പ്രണയത്തിനൊടുവിൽ വിവാഹിതരായവരാണ് അഭിലാഷും അഭിലാഷിൻ്റെ ഭാര്യയും. സീരിയൽ രംഗത്ത് സജീവമായ താരങ്ങളാണ് അഭിലാഷും അഭിലാഷിൻ്റെ ഭാര്യയെയും. എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട രണ്ട് പേർ തന്നെയാണ് ഇരുവരും. ആർക്കും തന്നെ വലിയ ദേഷ്യമോ ഒന്നും തന്നെ ബിഗ് ബോസിൽ നിന്നിറങ്ങിയപ്പോൾ അഭിലാഷിനോടില്ലായിരുന്നു. ടിക്ടോക്കിലൂടെ സുപരിചിതരായ രണ്ട് താരങ്ങളാണ് അഭിലാഷും അഭിലാഷിൻ്റെ ഭാര്യയും. ടിക്ടോക്കിൽ കൂടെ വന്നു, അതിൽ സജീവമായി മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങി, എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവരായി. അതിനുശേഷമായിരുന്നു സീരിയൽ രംഗത്തേക്കുള്ള ഇവരുടെ കയറ്റവും. സീരിയലിൽ തുടങ്ങി വളരെയധികം ഫെമിലിയറായ രണ്ടുപേർ തന്നെയായിരുന്നു ഇരുവരും. ടിക്ടോക്കിൽ കൂടെ വന്നു തൻ്റെ കഴിവുകളെല്ലാം തെളിയിച്ച ഒരാളാണ് അഭിയും അഭിയുടെ ഭാര്യയും. അതിനുശേഷമായിരുന്നു ബിഗ് ബോസ് സീസൺ 7 അഭിലാഷിൻ്റെ വരവ്. എല്ലാവർക്കും തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു അഭിലാഷ്. കുടുംബജീവിതത്തിനെ പറ്റിയും ഭാര്യയെപ്പറ്റിയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന അഭിലാഷിനെ ഇപ്പോൾ അഭിലാഷ് പങ്കുവയ്ക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. 7 വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരായവർ ഇപ്പോൾ ഇത് 7 വർഷങ്ങൾക്ക് ശേഷം ഒരു അച്ഛനാകാനുള്ള തയ്യാറെടുപ്പിലാണ് അഭിലാഷ്. ബിഗ് ബോസിൽ കൂടെ നിവിനോട് പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കണം. എന്നാൽ ഇപ്പോൾ അഭിലാഷ് വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് തൻ്റെ സോഷ്യൽ മീഡിയ വഴി അഭിലാഷ് പങ്കുവച്ചിരിക്കുന്നത്. അവർ തമ്മിൽ വളരെയധികം നല്ല ഒരു സൗഹൃദപരമായ ഒരു പ്രണയവും വിവാഹ ജീവിതവും ഒക്കെ നയിക്കുന്നവരാണ്. എന്നാൽ ഇരുവർക്കുമിടയിൽ ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ വളരെ ദുഃഖം അവർക്കുണ്ടെങ്കിൽ പോലും അത് പുറമെ കാണിക്കാതെ ജീവിച്ചവരാണെന്ന് അഭിലാഷിൻ്റെ ഭാര്യ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുന്നിൽ പല പ്രാവശ്യവും സങ്കടം വരാറുണ്ട്. കമൻറ്റുകളൊക്കെ വരുമ്പോൾ തന്നെ അഭിലാഷ് എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിൽ ഭാര്യയെ കാണിക്കില്ല എന്നാണ് അഭിലാഷിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. നമുക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ സന്തോഷപരമായി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാലും ചിലർ മനഃപൂർവ്വം തന്നെ വേദനിപ്പിക്കാനായിട്ട് ചോദിക്കുമ്പോഴാണ് സങ്കടം വരുന്നതെന്നും പറയുന്നു. എന്തായാലും കണ്ണുകളോടെ ആണ് രണ്ടുപേരും 7 വർഷത്തിന് ശേഷം കാത്തിരിപ്പിനൊടുവിൽ ഒരു പൊന്നോമനയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. 7 വർഷത്തിന് ശേഷം വരുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നും പറയാൻ തന്നെ വാക്കുകളില്ല എന്നാണ് ഇരുവരും പറയുന്നത്.